തമിഴ്നാട്ടിൽ ഒരു വമ്പൻ രാഷ്ട്രീയ നാടകം അരങ്ങേറുകയാണ്. കേവല ഭൂരിപക്ഷം ആർക്കുമില്ലാത്ത നിയമസഭയിൽ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ ദളപതി വിജയ് കരുക്കൾ നീക്കുമ്പോൾ തമിഴകത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടികളിലൊന്ന് നെടുകെ പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. സാക്ഷാൽ അണ്ണാ DMK ആണ് ആ പാർട്ടി, MGRന്റെ പാർട്ടി. തമിഴ് സിനിമയേക്കാൾ വലിയ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ചെന്നൈയിലെ രാഷ്ട്രീയത്തിലുള്ളത്. ദ്രാവിഡ പാർട്ടികളുടെ ഈ കസേരക്കളിയിൽ വളരെ കൗതുകത്തോടെയും വലിയ പ്രതീക്ഷയോടെയുമാണ് BJP മുൻ അധ്യക്ഷൻ അണ്ണാമലൈ നോക്കിക്കാണുന്നത്. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 118 മാന്ത്രിക സംഖ്യ, അതായത് ഭരണം പിടിക്കാൻ വേണ്ട സംഖ്യ. 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയുടെ തമിഴക വെട്രി കഴകം സർക്കാർ രൂപീകരിക്കാൻ ഇതിനകം അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്പറുകൾ പോരാ, ഇനിയും തികയാത്തത് കൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് DVK. ഇവിടെയാണ് അണ്ണാ DMKയിലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള അണ്ണാ DMKക്ക് 47 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ മുതിർന്ന നേതാവ് CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള 25-ൽ പരം MLA-മാർക്ക് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ MLA-മാർ. എന്നാൽ പാർട്ടി അധ്യക്ഷൻ EPS ഇതിനോട് കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. ഇതോടെ പാർട്ടി ഏതാണ്ട് പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. മറ്റു കക്ഷികളുടെ നില കൂടി പരിശോധിക്കാം. ഭരണകക്ഷിയായിരുന്ന DMK വെറും 59 സീറ്റിൽ ഒതുങ്ങിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ് 5, PMK 4, VCK എന്ന പാർട്ടി, CPI, CPM, മുസ്ലിം ലീഗ് എന്നിവർ 2 സീറ്റുകൾ വീതം നേടിയിട്ടുണ്ട്. BJPക്ക് 1 സീറ്റ് മാത്രമാണ് ഉള്ളത്. വിജയുടെ മുന്നിൽ പ്രധാനമായിട്ടും 3 വഴികളാണുള്ളത്. ഒന്ന്, കോൺഗ്രസും ഇടതു പാർട്ടികളും VCKയും ഉൾപ്പെടുന്ന മതേതര സഖ്യം. ഇത് 121 തയ്ക്കുമെങ്കിലും എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും അത്. 2, അണ്ണാ DMKയുടെ പുറത്തു നിന്നുള്ള പിന്തുണ. ഇത് 155 എന്ന സുരക്ഷിത സംഖ്യ നൽകുമെങ്കിലും ദ്രാവിഡ വിരുദ്ധർ എന്ന TVKയുടെ അടിസ്ഥാന പ്രതിച്ഛായയെ അത് ബാധിക്കും. മൂന്നാമത്തെ വഴി മതേതര സഖ്യത്തിനൊപ്പം PMK കൂടി കൂട്ടുക എന്നതാണ്. പക്ഷെ അത് സഖ്യത്തിൽ വലിയ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ജാതീയമായ തർക്കങ്ങൾക്കും ഒക്കെ വഴിവെക്കും. കോൺഗ്രസ് പിന്തുണച്ചാലും കാര്യങ്ങൾ വിജയിക്ക് എളുപ്പമല്ല എന്നതാണ് ഇതിലെ മറ്റൊരു രസകരമായ കണക്ക്. കാരണം കോൺഗ്രസ് 5 സീറ്റല്ലേ ഉള്ളൂ. പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നാണ് വിജയ് ഇത്തവണ ജയിച്ചത്. നിയമപ്രകാരം അതിലൊരു സീറ്റ് അദ്ദേഹം രാജിവെക്കണം. പെരമ്പൂർ നിലനിർത്തിയാൽ തന്നെ TVKയുടെ അംഗബലം 107 കുറയും. സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതോടെ വിശ്വാസ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നവരുടെ എണ്ണം 106 വീണ്ടും ചുരുക്കും. അതായത് കോൺഗ്രസിന്റെ 5 പേർ വന്നാലും ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ്ക്ക് പുറത്തു നിന്ന് 12 MLA-മാരുടെ പിന്തുണ കൂടിയേ തീരൂ. അണ്ണാ DMKയിലെ 25 വിമതരുടെ നീക്കം വിജയ്ക്ക് ഇത്രത്തോളം നിർണായകമാകുന്നത് ഈ കണക്കുകൾ വരുമ്പോഴാണ്. ഇതൊക്കെ നോക്കിക്കണ്ട് മറുപുറത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മറ്റാരുമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയാണ്. കാലങ്ങളായി തമിഴ്നാട്ടിൽ BJPക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ അവിടുത്തെ വേരുറച്ച ദ്രാവിഡ രാഷ്ട്രീയം എന്ന വികാരമായിരുന്നു. എന്നാൽ TVKയുടെ വരവോടെ ആ ദ്രാവിഡ കോട്ടയ്ക്കാണ് ഇപ്പോൾ വലിയ വിള്ളൽ വീണിരിക്കുന്നത്. പോരാത്തതിന് അതിലെ ഒരു പ്രധാന കക്ഷിയായിട്ടുള്ള അണ്ണാ DMK നെടുകെ പിളരുക കൂടെ ചെയ്താൽ അത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമാകും. ചുരുക്കത്തിൽ കേവലം ഒരു സഖ്യം കൊണ്ട് മാത്രം തമിഴ്നാട്ടിൽ ആർക്കും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ദ്രാവിഡ പാർട്ടികളുടെ ഈ തമ്മിലടിയും തകർച്ചയും ഒക്കെ കൃത്യമായി മുതലെടുത്ത് ഭാവി തമിഴ്നാട്ടിൽ വലിയൊരു കുതിച്ചാട്ടത്തിന് കോപ്പ് കൂട്ടുകയാണ് അണ്ണാമലയും BJP. കാത്തിരുന്ന് കാണാം തമിഴകത്തെ ഈ ഒരു ത്രില്ലർ ക്ലൈമാക്സ്. തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം. മിസ്റ്റർ സൃഷ്ടിയാണ്.